ഹലോ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ട്രാവൽ വ്ളോഗ് വരികയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് സിക്കിമിന്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിലെ ഒരു ഹോട്ടലിലാണ്. ഈ ഒരു സീരീസിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സിക്കിമിലെ വിശേഷങ്ങളാണ്, സ്പെസിഫിക്കലി നോർത്ത് സിക്കിം. ഞാൻ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിൽ സിക്കിമിന് തൊട്ട് താഴെയുള്ള വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്രയിലെ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. ബാഗ്ഡോഗ്രയിൽ നിന്നൊരു ക്യാബ് വിളിച്ച് വഴിയൊക്കെ കണ്ട് ഹോട്ടലിലെത്തി. യൂഷ്വലി ബാഗ്ഡോഗ്രയിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 4-4.5 മണിക്കൂറാണ് യാത്ര. പക്ഷേ ഇന്നലെ ആ റൂട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് 2 ദിവസം മുന്നേ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് അതിലെ വരാൻ പറ്റില്ല. ഞങ്ങളൊരു ലോങ് റൂട്ട് പിടിച്ചാണ് വന്നത്. അപ്പൊ ഏകദേശം 7.5 മണിക്കൂറൊക്കെ എടുത്തു. എല്ലാ ഹില്ലി റീജിയനിലെയും പോലെ തന്നെ കുറച്ച് വളഞ്ഞും പൊളഞ്ഞും ഒക്കെയുള്ള റോഡാണ്. ഞങ്ങളൊക്കെ ഒന്ന് ഛർദ്ദിച്ചൊക്കെയാണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് മോഷൻ സിക്നസിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുളിക കയ്യിൽ കരുതാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ എണീറ്റ് റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാനായിട്ട്. അതിന് മുന്നേ റൂം ഒന്ന് കാണാം. ഇന്നലെ തളർന്നാണ് വന്നെങ്കിലും ഞാൻ റൂം ടൂർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബിഗ് സ്ഥാൻ ബൊട്ടീക് ഹോട്ടലാണ്. ഞങ്ങളുടെ പാക്കേജിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ. ഈ ട്രിപ്റ്റോ വഴിയാണ് ഞങ്ങൾ ഈ പാക്കേജ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 4 ദിവസത്തേക്ക് 6,900 രൂപയാണ്. ഹോട്ടലിൽ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രിപ്പിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഫാമിലി കൂടെ ഉണ്ട്. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ 4 പേര് ഒരു ലോക്കൽ ടാക്സി പിടിച്ച് വാജ്ര സ്റ്റാൻഡിലെത്തി. ഞങ്ങളുടെ ഐറ്റിനറി പ്രകാരം അവിടെ നിന്നാണ് ഞങ്ങളുടെ ബൊലേറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൊലേറോ അത്യാവശ്യം വലിയ വണ്ടിയാണെങ്കിലും 10 പേര് ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. വേറെയും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു കംഫർട്ടബിൾ റൈഡ് അല്ലായിരുന്നു. യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ദൂരം പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആദ്യത്തെ പോയിന്റിലെത്തി. 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾ. ഒറിജിനൽ 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾ ചിറാപുഞ്ചിയിലാണ്, മേഘാലയയില്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും എല്ലാം ഒന്നിച്ച് 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ്. ഈ ഒരു പേര് കോമൺ ആണ് ഇവിടെ. ഇവിടെ ഒരു 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ചെറിയ ചാറ്റൽ മഴ കണ്ടിന്യൂ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായത് കാരണം ഇഷ്ടം പോലെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പോകുന്ന വഴിയിൽ. വണ്ടി കുറേ നേരം ജാമിൽ കുടുങ്ങി കിടക്കുന്നതിന് ശേഷമാണ് മനസ്സിലായത് മുന്നോട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് വഴിയടഞ്ഞ് ഇഷ്ടം പോലെ ട്രാഫിക് ഉണ്ട്. ആ ദൂരെ കാണുന്ന പാലം ക്രോസ് ചെയ്താണ് ഞങ്ങൾക്ക് ഇനി പോകേണ്ടത്. പക്ഷെ ബലഹീനത കാരണം ഒരു സമയത്ത് ഒരു വണ്ടിയെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഏകദേശം 2 മണിക്കൂർ ട്രാഫിക്കിൽ കിടന്നിട്ട് നമുക്ക് പാലം ക്രോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ദൂരെ നിന്ന് ഈ പാലവും നദിയും ഒക്കെ കാണുമ്പോൾ തോന്നിയ ഒരു പേടിയൊന്നും ഇത് ക്രോസ് ചെയ്യുന്ന ടൈമിൽ തോന്നിയിട്ടില്ല. ആ നദി ഓവർഫ്ലോ ചെയ്ത് വരുന്ന ഒരു ചെറിയൊരു പോർഷൻ ക്രോസ് ചെയ്ത് വേണം ഇനി അടുത്ത മലയിൽ കയറാൻ. മണ്ണിടിച്ചിൽ കാരണം വഴിയും ഒന്നും അത്ര നല്ലതല്ല. നല്ല സ്ലോയിലാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഓൾറെഡി അവിടെ എത്തേണ്ട ടൈമിൽ ഞങ്ങൾ ഇപ്പോഴും വഴിയിൽ നിൽക്കുന്നേ ഉള്ളൂ. രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഇവർക്ക് ഡിന്നർ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിന്നർ. ലാച്ചുങ് എന്ന് പറയുമ്പോൾ നോർത്ത് സിക്കിമില് നല്ല റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മെഴുകുതിരിയൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ ഹോം സ്റ്റേകളും എല്ലാം ചെയ്യുന്നത്. റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്, നല്ല സ്നോ കേപ്ഡ് മൗണ്ടെയിൻസ്. ഒന്ന് ഈ ഒരു ഏരിയ അടുത്തൊക്കെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഒരു വ്യൂ പോയിന്റ് വന്ന പോലെ തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് സിക്കിം. ഇവിടെ ഒരു മൊണസ്ട്രി ഉണ്ട്, ചെറിയൊരു മൊണസ്ട്രി, വലിയതൊന്നുമല്ല. അവിടെ നടന്ന് തന്നെയാണ് പോകുന്നത്. ഞങ്ങളിതാ നടന്ന് ലാച്ചുങ് മൊണസ്ട്രിയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെങ്ങും ആരുമില്ല, മൊത്തം കാലിയായിട്ട് കിടക്കുകയാണ്.
ഒരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രി ആദ്യമായിട്ട് കണ്ട എൻ്റെ പേരൻസും നല്ല എക്സൈറ്റഡ് ആണ്. ലാച്ചുങ് മൊണസ്ട്രി കണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇനി 0 പോയിന്റിലേക്ക് പോകും. ചെറിയ തണുപ്പും ചാറ്റൽ മഴയൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആയത് കാരണം തന്നെ ഇവിടെ പൂക്കൾ ഇഷ്ടം പോലെയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പ്രതീക്ഷിച്ച പോലെ ഹെവി ഒന്നുമല്ല, ബ്രെഡും ജാമും ഒക്കെയാണ്. ബ്രെഡും ജാമും ഒക്കെ കഴിച്ച് ഞങ്ങൾ യുംതാങ് വാലിയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ദൂരെ മഞ്ഞുമലകൾ കാണാമെങ്കിലും ഇവിടെ തറയിലൊന്നും മഞ്ഞില്ല. ഈ യുംതാങ് വാലിയാണ് നമ്മുടെ പോയിന്റ് പാക്കേജിൽ പെട്ടിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് 6-7 കിലോമീറ്റർ കൂടിയുണ്ട്. പക്ഷെ അതുവരെ പോകാൻ പറ്റിയില്ല, കാരണം അവലാൻ ചാൻസസ് ഉള്ളത് കാരണം അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വഴി. നമ്മുടെ പോയിന്റ് വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിർത്തിയ സ്ഥലവും ഇവിടുത്തെ വ്യൂവും ഞങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തില്ല. മഞ്ഞിലൊക്കെ കളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകാൻ ടൈമായി. വേറൊന്നുമല്ല, അതൊരു വ്യൂ പോയിന്റ് ആണ്, കാഞ്ചൻജംഗ വ്യൂ പോയിന്റ്. ആ ദൂരെ കാണുന്ന പീക്കാണ് ലോകത്തിലെ തന്നെ 3rd ഹയസ്റ്റ് മൗണ്ടെയിൻ കാഞ്ചൻജംഗ. ഞങ്ങൾ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ സൺസെറ്റ് ഒക്കെ കണ്ട് ഗാങ്ടോക്കിലേക്ക് മടങ്ങി. ഇനി ഗാങ്ടോക്കിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.